പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ, വയനാട് കൽപ്പറ്റയിലാണുള്ളത്. ഞങ്ങൾ രാവിലെ വെറുതെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഓപ്പൺ ജിംനേഷ്യം ഇവിടെ കണ്ടു. ഇത് കണ്ടില്ലേ, കൽപ്പറ്റ റോഡാണ്, മെയിൻ റോഡാണ്. അതിലൂടെ ഒരു വയോജന പാർക്കാണിത്. ഇതിന് പല ആക്ടിവിറ്റീസും ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരു ശരീരം ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു ജിംനേഷ്യം, ചെറിയൊരു ജിമ്മ് നമ്മുടെ ഇതുപോലെ ഒരു സംരംഭം നമ്മളെ നാട്ടിലും ഇതുപോലൊരു സംരംഭം നമ്മളെ നാടുകളിലൊക്കെ വരണം എന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. മറ്റുള്ള ജില്ലകളിലും ഒക്കെ ഇതുപോലെ ഒരുപാട് പാർക്കുകളുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെ പാറക്കടവിൽ ഇതുപോലെ ഒരു ഓപ്പൺ ജിമ്മ് വരാൻ അതിൻ്റെ അധികാരികൾ അതിനുള്ള ഫണ്ടുകളൊക്കെ അനുവദിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഫൈസൽക്കാണ് ഇത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നമ്മുടെ നാടുകൾക്ക്, നമ്മുടെ ആളുകൾക്കൊക്കെ ഇതുപോലെ ഉപകാരങ്ങൾ ഉള്ള ഓരോ ആക്ടിവിറ്റീസുകളൊക്കെ കിട്ടുന്ന ഒരു ഓപ്പൺ നമ്മുടെ നാട്ടിലും വരണം. നമ്മുടെ പാറക്കടവില്, അതായത് 11ാം വാർഡിൽ, മൂന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ, തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വയോജന പാർക്ക് അനുവദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് വരാൻ പോകുന്നത് PWD നമ്മുടെ പാറക്കടവ് വർക്ക്ഷോപ്പിന്റെ ഒക്കെ ആ ഭാഗത്ത് ചീരിന്റെ ചുവട്ടിലായിട്ട്, റോഡ് സൈഡിലായിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. എത്രത്തോളം അത് പ്രവർത്തനത്തിലെത്തി എന്ന അതിന്റെ കാര്യങ്ങൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിവില്ല. അത് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടും അവിടുത്തെ മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇത്തരത്തിലൊരു വയോജന പാർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ രീതിയിൽ, ഈ കൽപ്പറ്റയിലെ പോലെ ഒരു ഓപ്പൺ ജിമ്മ് വയോജന പാർക്കിനോടൊപ്പം തന്നെ അതിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഉപകരണങ്ങൾ കൂടി തയ്യാറാക്കി വെച്ചാൽ അത് നമുക്ക് ആ നാട്ടിലെ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മറ്റു വ്യായാമത്തിനൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിലും കൂടി മാറ്റണമെന്നുള്ളൊരു അഭ്യർത്ഥന ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്.